നിന്നെ ചേർക്കട്ടെ ജീവിത സംഖ്യേ നാഥനെ മോദാൻ ഉത്ഥാനത്തിൽ നീയങ്ങിതിരേൽപ്പാൻ ചെല്ലും സ്തോത്രം പാടും. വിമലാചാര്യ ശാന്ത്യാ പോകൂ സ്തോത്രം പാടിട നാഥൻ കൈക്കൊണ്ടോനേ നീ ശുശ്രൂഷിച്ചോനാ ദൈവം സ്വർഗീയാനന്ദം നൽകട്ടെ നിൻ പേർക്കാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിരണം മെത്രാസന അധിപനും അഖില മലങ്കര യുവജന പ്രസ്ഥാന പ്രസിഡന്റുമായ അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രാപ്പോലിത്ത, കൽക്കട്ട മെത്രാസന അധിപൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവാനസിയോസ് മെത്രാപ്പോലിത്ത, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈറ്റ് ചെയർമാൻ റെവറൻ ഇമാനുവേൽ ഗരീബ്, കേരള സംസ്ഥാന ആരോഗ്യ മന്ത്രിയും പരിശുദ്ധ സഭയുടെ അംഗമായ ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ്, US അഡ്മിനിസ്ട്രേഷനിൽ സീനിയർ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജെ കുര്യൻ അച്ഛൻ, ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്ന ജ്ഞാന തപസ്വി, ഇടവകയുടെ സഹവികാരി സ്നേഹമുള്ള ലിജു കെ പൊന്നച്ചൻ അച്ഛൻ, ഇടവക ട്രഷറർ ശ്രീ ജോൺ പി ജോസഫ്, ഇടവക സെക്രട്ടറി ശ്രീ ജേക്കബ് തോമസ് വല്ലേലി, ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ലേ വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് പി എബ്രഹാം, സെക്രട്ടറി ശ്രീ സുമോദ് മാത്യു, ട്രഷറർ ശ്രീ ജിജോ ജേക്കബ്, യുവജന പ്രസ്ഥാന ഭരണസമിതി അംഗങ്ങൾ, വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾ ഏവർക്കും സ്നേഹവന്ദനം. കാലം ചെയ്ത മലങ്കരയുടെ 8ാം കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ മോറാൻ മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ 40ാം ഓർമ്മ ദിനത്തോട് അനുബന്ധിച്ച് കുവൈറ്റ് സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ പിതാവിന്റെ ജീവിത വഴിയിലും കുവൈത്തിലെ ശ്ലാഹിക സന്ദർശനങ്ങളും ഉൾപ്പെടുത്തി ഒരു ദൃശ്യാവിഷ്കാരം സ്മൃതിപദം എന്ന പേരിൽ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തിന് വേണ്ടി പ്രവർത്തിച്ച യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ ഭരണ സമിതി അംഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിനു വേണ്ടി പ്രസ്ഥാനത്തെ സഹായിച്ച ഭദ്രാസന കൗൺസിൽ മെമ്പർ കൂടിയായ ശ്രീ എബ്രഹാം സി അലക്സിനോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. പരിശുദ്ധ പിതാവിനെ ഈ തരുണത്തിൽ അനുസ്മരിക്കുമ്പോൾ നമുക്കൊരു നല്ല ഇടയനെ നൽകിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ പിതാവിന്റെ പ്രസന്നമായ മുഖം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയുടെ പ്രതിച്ഛായയാണ്. ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന മനുഷ്യരെ സഹായിച്ച ശ്രേഷ്ഠ ആചാര്യൻ, ജാതി മതവും നോക്കാതെ ആവശ്യക്കാരുടെ ആവശ്യം മനസ്സിലാക്കി ആരും അറിയാതെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു നമ്മുടെ പിതാവ്. 11 വർഷം പരിശുദ്ധ സഭയുടെ മേലധ്യക്ഷനായി സഭയുടെ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൽ സഭയെ ധീരതയോടെ നയിക്കുവാൻ കാതോലിക്ക ബാവയ്ക്ക് സാധിച്ചു. അനേക വിമർശനങ്ങൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിലും തളർന്നു പോകാതെ ദൈവ ആശ്രയത്തിൽ പരിശുദ്ധ സഭയെ നയിച്ചു. പ്രാർത്ഥന ആയിരുന്നു പരിശുദ്ധ പിതാവിന്റെ വലിയ ശക്തി.
തനിക്ക് ലഭിച്ച പദവികളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ദൈവനിയോഗമാണ് എന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കുവാൻ ദൈവകൃപ ഏറ്റവും ആവശ്യമാണ് എന്ന് ബോധ്യമുള്ളതിനാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കുന്ന ജീവിതമായിരുന്നു പിതാവിൻ്റെ. ഒരിക്കൽ കുവൈത്ത് സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു, സഭയ്ക്ക് 2 കാര്യം ആവശ്യമുണ്ട്. 1 ആത്മീയത, 2 സഭയ്ക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതം നയിക്കുന്ന വിശ്വാസി സമൂഹം. ആത്മാവിൽ ബലപ്പെട്ട് സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ത്യാഗം ചെയ്ത ശ്രേഷ്ഠ ആചാര്യന്റെ മുമ്പാകെ ശിരസ് നമിക്കുന്നു. പരിശുദ്ധ പൗലോസ് ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. നമുക്ക് കാലം ചെയ്ത പരിശുദ്ധ പിതാവ് കാണിച്ചു തന്ന വഴിയിൽ നടക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ സഭയുടെ കൊമ്പുകൾ നമുക്ക് ഉയർത്താം. അതായിരിക്കും പരിശുദ്ധ പിതാവിന്റെ മുമ്പാകെ നമ്മുടെ ആദരാഞ്ജലികൾ. പരിശുദ്ധ പിതാവെ, സമാധാനത്തോടെ വസിക്കുക. അങ്ങയുടെ വാനവ ബലിയിൽ ഞങ്ങളെയും ഓർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. കുവൈറ്റ് മഹാ ഇടവകയിലെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പരിശുദ്ധ ബാവാ തിരുമേനിയെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൽ ഭാഗവാക്കാകുവാൻ അവസരമുണ്ടായതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഞാൻ 4 വാക്കുകളിൽ പരിശുദ്ധ ബാവാ തിരുമേനിയെ വർണ്ണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തിരുമേനി വാസ് എ മാൻ ഓഫ് സിംപ്ലിസിറ്റി, സിൻസിറിറ്റി, സാങ്ക്ടിറ്റി ആൻഡ് സെറീനിറ്റി. തിരുമേനി ലാളിത്യത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, വിശുദ്ധിയുടെ, തെളിമയുടെ, നിഷ്കളങ്കതയുടെ ഒക്കെ ഒരു ആൾരൂപമായിരുന്നു. തിരുമേനിയുമായി അടുത്ത് ഇടപെടുന്നവർക്കെല്ലാം ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് കാലം ചെയ്ത പിതാക്കന്മാരിൽ സഭാ സമുദായ വ്യത്യാസമില്ലാതെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന ഒരു പിതാവ് എന്നുള്ളത് എടുത്താൽ തിരുമേനിയുടെ സ്വാധീനം സഭയിലും സമൂഹത്തിലും എത്രമാത്രം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തെ ഏറെ സ്നേഹിക്കുകയും വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പിതാവായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവാ തിരുമേനി. പ്രകടനപരതയില്ലാത്ത പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീക ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന തിരുമേനി എന്നും സാധുക്കളോടും വേദനിക്കുന്നവരോടും അങ്ങേയറ്റം അനുകമ്പയുള്ള ഒരു പിതാവായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ ഭരണകാലഘട്ടം കാതോലിക്കേറ്റ് അരമന എന്ന് പറയുന്നത് സഭയുടെ ഭരണസ്ഥിരാ കേന്ദ്രം മാത്രം ആയിരുന്നില്ല. അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായി, ആശ്വാസമായി കടന്നു ചെല്ലാൻ പറ്റിയ ഒരു അഭയ കേന്ദ്രവുമായിരുന്നു. അപ്പം തിരുമേനിയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ തിരുമേനി തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച, ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളുണ്ട്. അത് കളങ്കമില്ലാത്ത ദൈവഭക്തിയുടെയും ദൈവാശ്രയത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജീവിതം, സാധുക്കളോടും ദുഃഖിക്കുന്നവരോടുമുള്ള അനുകമ്പയുടെ ഭാവം, സഭയുടെ കാര്യത്തിലാണെങ്കിൽ അച്ചടക്കം അങ്ങേയറ്റം പാലിക്കാൻ ശ്രമിച്ചു. ഒരു വ്യവഹാരരഹിത സഭയായിരിക്കണം മലങ്കര ഓർത്തഡോക്സ് സഭ എന്നുള്ള തിരുമേനിയുടെ ദീർഘവീക്ഷണം. അങ്ങനെ അനേക കാര്യങ്ങൾ ഈ പിതാവിനെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പിതാവിനെ സഭയ്ക്ക് തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ പിതാവിൻ്റെ നല്ല ജീവിത പാഠങ്ങളെ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാം. ആ പിതാവിൻ്റെ മധ്യസ്ഥ സർവർക്കും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കുവൈറ്റ് സോണിൽ ഉള്ള
നമ്മുടെ എല്ലാ ഇടവുകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവകയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ ബാവായ തിരുമേനിയുടെ സ്വർഗീയ യാത്രയുടെ 40-ാം ദിവസം, അടിയന്തര ദിവസം, അവർ സമുചിതമായി അദ്ദേഹത്തെ സ്മരിക്കുകയും വിശുദ്ധ കുർബാനയും മറ്റ് അനുസ്മരണ സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ ബലഹീന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ആത്മീയ പിതാവെന്ന നിലയിൽ ബലഹീന ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു. തീർച്ചയായിട്ടും ഈ സംരംഭത്തിനെല്ലാ കൈത്താങ്ങും നൽകുന്നത് നമ്മുടെ അവിടെയുള്ള പ്രിയപ്പെട്ട യുവജന സംഘടനയാണ് എന്നുള്ളത് എനിക്ക് അത്യധികം സന്തോഷം പകരുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഭദ്രാസനത്തിൻ്റെ അഭിമാനമാണല്ലോ കുവൈറ്റ് മഹാ ഇടവക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുവാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ബാവാ തിരുമേനി മലങ്കര സഭയിൽ ദൈവം തെരഞ്ഞെടുത്ത് മലങ്കര സഭയെ ഏതാണ്ടൊരു ദശാബ്ദത്തിലധികം നയിച്ച ദീർഘവീക്ഷണമുള്ള സ്വത്വബോധമുള്ള ഒരു വലിയ പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീനാനുകമ്പയെക്കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല. അദ്ദേഹം മരണക്കിടക്കയിൽ പോലും ആരും അറിയാതെ അനേകരെ സഹായിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. തീർച്ചയായിട്ടും വ്യവഹാരരഹിതമായ ഒരു മലങ്കര സഭ എന്ന് സ്വപ്നം കണ്ടിരുന്ന പിതാവാണ് അദ്ദേഹം. മഹാഭാഗ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ സമയത്താണ് വ്യവഹാരരഹിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം ന്യായവിധി നമുക്ക് നൽകിയത്. ആ വിധിയുടെ വെളിച്ചത്തിൽ ഇന്നും സമാധാനം പൂർണ്ണമായിട്ടില്ലെങ്കിലും അതിനടിസ്ഥാനമിടുവാനും തുടക്കം കുറിക്കുവാനും ആ പിതാവിന് സാധിച്ചു. തീർച്ചയായിട്ടും ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു സമാധാനമല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. വ്യവഹാരരഹിതമായ മലങ്കര സഭയുടെ സ്വത്വവും ഭാരതസഭ, മാർത്തോമാ ശ്ലീഹായുടെ ഭാരതസഭ, ആഗോള വീക്ഷണമുള്ള, ആഗോള സാന്നിധ്യമുള്ള, മലങ്കരയുടെ മണമുള്ള ഒരു മലങ്കര സഭ, സ്വത്വബോധവും സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ മാർത്തോമായുടെ മലങ്കര സഭ, പ്രശ്നമില്ലാത്ത, വ്യവഹാരമില്ലാത്ത ഒരു സഭയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടു. അതിന് കാലം ചെയ്യുന്ന തൻ്റെ മുൻഗാമിയുടെ ദിവസം തന്നെ അദ്ദേഹം കാലം ചെയ്തു. ജൂലൈ 12, 2021 രാത്രിയിൽ കാലം ചെയ്യുന്നത് വരെ ആ സ്വപ്നത്തിന് വേണ്ടി സാക്ഷാത്കരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ്, വിപതി ധൈര്യം. ദൈവാഭിമുഖ്യമുള്ളവർക്ക് മാത്രമേ ഇത്ര വിപതി ധൈര്യം ഉണ്ടാകുകയുള്ളൂ. മാരകമായ അസുഖങ്ങൾ, കോവിഡ്, ഇൻഫെക്ഷന് എന്തെല്ലാം വന്നിട്ടും അചഞ്ചലനാകാതെ മരണനാഴിക വരെ പരിപൂർണമായ ഒരുക്കത്തോടു കൂടിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ഓസ്യത്ത് അദ്ദേഹം തയ്യാറാക്കി, അന്ത്യകൽപ്പന തയ്യാറാക്കി, കൊടുക്കേണ്ടവർക്ക് ഉപദേശം കൊടുത്തു, ക്രമീകരണം ചെയ്യേണ്ടതെല്ലാം ക്രമീകരണം ചെയ്തു. ആത്മീയമായും അദ്ദേഹം ഒരുങ്ങി. അദ്ദേഹത്തിൻ്റെ കുമ്പസാര പിതാവിനെ വിളിച്ചു വരുത്തി കുമ്പസാരം നടത്തി ഒരുക്കത്തോടെ എല്ലാവരോടും വിളിച്ച് എല്ലാവരെയും സംസാരിച്ച് എല്ലാവരെയും ഭരമേൽപ്പിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടിയാണ് അദ്ദേഹം കടന്നുപോയത്. ഇത്രമാത്രം ഒരുക്കത്തോടെ കടന്നുപോയ ഒരു മലങ്കര സഭാ പിതാവ് അദ്ദേഹത്തെ പോലെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ ഈ സമയത്ത് ഈ പിതാവിനെ പോലെ മറ്റു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാരകമായ അസുഖം വന്നിട്ടും അത്രമാത്രം ധൈര്യം, അത് നമ്മൾ ജീവിതത്തിലൊന്നും കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം നമ്മുടെ കൽക്കട്ട ഭദ്രാസനത്തെയും കുവൈറ്റിനെയും ഒക്കെ അദ്ദേഹം ഈ വിദേശ മലയാളികളെ ഒക്കെ അവർ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. കൽക്കട്ട ഭദ്രാസനത്തിൽ അദ്ദേഹം അവസാനമായി വന്നത് 2018 കൽക്കട്ട ഭദ്രാസനത്തോടുള്ള കരുതലും സ്നേഹവും പ്രത്യേകം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം
അദ്ദേഹം കാലം ചെയ്യുന്നത് ജൂലൈ 12-നാണ്. ജൂലൈ 3-നാണ് അദ്ദേഹം നല്ല ബോധ്യത്തോടെ അന്ത്യകൽപ്പന എഴുതുന്നതോടൊപ്പം തന്നെ കൽക്കട്ട ഭദ്രാസനത്തിന് സെന്റ് തോമസ് മിഷന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിനൊരു അനുഗ്രഹ കൽപ്പന തന്നു. 2021 ജൂലൈ 3 അവസാനമായി അദ്ദേഹം തന്ന കൽപ്പന, അതിന് നമ്മൾ എത്രമാത്രം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഭദ്രാസനത്തെയും ബലഹീനനായ എന്നെയും എല്ലാവരെയും അനുമോദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന നേർന്നുകൊണ്ട് അദ്ദേഹം നമുക്കൊരു കൽപ്പന തന്നു. അതുതന്നെ ഭദ്രാസനത്തെയും മിഷനെയും സ്നേഹിച്ചതിൻ്റെ തെളിവാണ് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, എൻ്റെ ഈ ചെറു സന്ദേശം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനവും എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായി ഞാൻ ദൂരെയാണെങ്കിലും നിങ്ങളോടൊപ്പം ചേരുന്നു. എൻ്റെ ആത്മീയ സാന്നിധ്യം അവിടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപകളും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ദൈവമാതാവിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും പ്രത്യേകിച്ച് പൗലോസ്തുതിയൻ ബാബാ തിരുമേനിയുടെയും പ്രാർത്ഥന നമുക്കേവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ബലഹീനനായ ജോസഫ് മാർ ദീവന്നാസ്യോസ് മെത്രാപ്പോലീത്ത. എല്ലാവർക്കും നമസ്കാരം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബാ തിരുമേനി നമ്മെ വേർപിരിഞ്ഞിട്ട് 40 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ അവസരത്തിൽ കുവൈറ്റ് മഹായിടവകയും OCYM-ഉം പരിശുദ്ധ കാത്തോലിക്ക ബാബാ തിരുമേനിയുടെ അനുസ്മരണം ഓൺലൈനായി സംഘടിപ്പിക്കുന്നതിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മെ ആധ്യാത്മികമായി സഭയെയും സമൂഹത്തെയും നയിച്ച പരിശുദ്ധ കാത്തോലിക്ക ബാബാ തിരുമേനിയുടെ വേർപാട് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതാണ്. തിരുമേനിയുടെ കാലഘട്ടം സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ലളിതപൂർണമായ ജീവിതം കൊണ്ടും ലളിതമായ വാക്കുകൾ കൊണ്ടും നിഷ്കളങ്കവും നൈർമല്യവുമുള്ള ഇടപെടലുകൾ കൊണ്ടും എല്ലാവരുടെയും മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു ആധ്യാത്മിക മഹാപുരോഹിതനാണ് പരിശുദ്ധ തിരുമേനി. ഒരിക്കൽ കണ്ടിട്ടുള്ളവരെ പോലും ആ സ്നേഹവലയത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിൽ കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരോടും, നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും ഇടപെടുന്നതിലും മറ്റുള്ളവരെ കരുതുന്നതിലും സവിശേഷമായിട്ടുള്ള ഒരു വൈഭവം പരിശുദ്ധ തിരുമേനിക്ക് ഉണ്ടായിരുന്നു. തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസുകൾ നമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി തിരുമേനിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനെല്ലാവിധമായിട്ടുള്ള പിന്തുണയും അറിയിക്കുകയാണ്. നന്ദി. Tribute to late His Holiness Moran Mar Basilius Martoma Paulus Bava Tiremeni. We thank the Lord for commemorating the 40th day of late His Holiness Moran Mar Basilius Martoma Paulus II Bava Tiremeni. We remember with gratitude that His Holiness loved His Lord and served Him honestly and earnestly for many years, and we have good memories with His Holiness in Kuwait and in
India. We thank the Lord for the life and ministry of His Holiness, and we ask God's blessing for the members and of the Indian Orthodox congregation and the members of his family. Thank you and God bless you. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ നിഷ്കളങ്ക തേജസ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തിദിയൻ കാതോലിക്ക ബാവയുടെ പരിപാവനമായ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ആ പുണ്യവാന്റെ 40-ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഉവേറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക യുവജന പ്രസ്ഥാനം സമർപ്പിക്കുന്നു സ്മൃതിപഥം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തിദിയൻ കാതോലിക്ക ബാവ. പരിശുദ്ധ സഭയുടെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട പ്രദേശം കുന്നംകുളം. 1946 ഓഗസ്റ്റ് മാസം 30-ാം തീയതി പഴഞ്ഞി മങ്ങാട് കൊള്ളന്നൂരിലെ പുരാതന ക്രൈസ്തവ കുടുംബത്തിൽ KI ഐപ്പിന്റെയും പുലിക്കോട്ടിൽ കുടുംബാംഗമായ കുഞ്ഞീറ്റയുടെയും 2ാമത്തെ മകനായി ജനിച്ചു. പരിശുദ്ധ സഭയുടെ പുരാതന ദേവാലയങ്ങളിലൊന്നായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വെച്ച് പൗലോസ് എന്ന നാമത്തിൽ വിശുദ്ധ മാമോദിസ സ്വീകരിച്ചു. ബാല്യം മുതൽക്കേ വർദ്ധിച്ച ദൈവവിശ്വാസവും സഭാസ്നേഹവും ക്രിസ്തീയ സാക്ഷ്യവും കൈമുതലായി ഉണ്ടായിരുന്ന KI പോൾ തന്റെ ജ്യേഷ്ഠ സഹോദരനുമായി വിശുദ്ധ ആരാധന, സൺഡേ സ്കൂൾ, വായനായോഗം എന്നിവയിൽ കൃത്യമായി പങ്കെടുത്തു വന്നു. പരിശുദ്ധ മദ്ബഹ ശുശ്രൂഷയിലെ അടങ്ങാത്ത ആഗ്രഹം തന്റെ 12-ാം വയസ്സിൽ മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ചാപ്പലിൽ വെച്ച് ബദനി ആശ്രമത്തിലെ ഫാദർ ഗീവർഗീസ് OICയുടെ കൈവെപ്പിനാൽ സാധ്യമായി. KI പോളിന്റെ ആത്മീയ വ്യക്തിപ്രഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ പഴഞ്ഞി ഇടവകയിലെ വൈദികരായിരുന്ന ഫാദർ CV എബ്രഹാം, കുറ്റിക്കാട്ടിൽ ജോസഫ് കോറപ്പീസ്കോപ്പ, മാതാവിന്റെ സഹോദരൻ ഇയ്യുക്കുട്ടി എന്നിവരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കുന്നംകുളം മങ്ങാട് പള്ളി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലും, ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം സെന്റ് തോമസ് കോളേജിലും, സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം കോട്ടയം CMS കോളേജിലും പൂർത്തിയാക്കി. 1969 കോട്ടയം പഴയ സെമിനാരിയിൽ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിവന്ദ്യ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി തുടങ്ങിയ ശ്രേഷ്ഠ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ വൈദിക വിദ്യാഭ്യാസം ആരംഭിച്ചു. 1972 ഏപ്രിൽ 8 പരുമല സെമിനാരിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ കൊച്ചി ഭദ്രാസനത്തിന്റെ അഭിവന്ദ്യ യൂഹാനോന്മാർ സേവേറിയോസ് മെത്രാപ്പോലിത്തായിൽ നിന്നും കോറൂയു പട്ടവും 1973 മെയ് മാസം 31-ാം തീയതി കൊരട്ടി സിയോൻ സെമിനാരിയിൽ വെച്ച് പൂർണ്ണ ഷമ്മാശപ്പട്ടവും സ്വീകരിച്ചു. 1973 ജൂൺ മാസം 2-ാം തീയതി കൊരട്ടി സിയോൻ സെമിനാരിയിൽ വെച്ച് അഭിവന്ദ്യ യൂഹാനോന്മാർ സേവേറിയോസ് മെത്രാപ്പോലിത്തായിൽ നിന്നും കശീശ പട്ടം സ്വീകരിച്ചു. 1982 ഡിസംബർ 28 തിരുവല്ല MGM സ്കൂളിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഫാദർ KI പോളിനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1983 മെയ് മാസം 14-ാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് അന്നത്തെ നിയുക്ത കാതോലിക്ക, പിന്നീട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിദിയൻ കാതോലിക്ക ബാവ എന്നറിയപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത സന്യാസത്തിന്റെ പൂർണ്ണതയായ
റമ്പാൻ സ്ഥാനം നൽകി. KI പോൾ റമ്പാനെ മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ച് പൗലോസ് മാർ മിലിത്യൂസ് എന്ന പേരിൽ എപ്പിസ്കോപ്പയായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ വാഴിച്ചു. 1985 ഓഗസ്റ്റ് മാസം 1 കുന്നംകുളം ഭദ്രാസനത്തിലെ പ്രഥമ സാരഥിയായി പൗലോസ് മാർ മിലിത്യൂസ് മെത്രാപ്പോലിത്ത ചുമതലയേൽക്കുകയും ഭദ്രാസനത്തെ ശ്രേഷ്ഠമായ നിലയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 2006 ഒക്ടോബർ മാസം 12 പരുമല സെമിനാരിയിൽ ചേർന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പോലിത്തായുടെയും പിൻഗാമിയായി പൗലോസ് മാർ മിലിത്യൂസ് മെത്രാപ്പോലിത്തായെ നിയുക്ത കാതോലിക്കയായി തിരഞ്ഞെടുത്തു. 2010 നവംബർ 1 തന്റെ മുൻഗാമിയായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസിന്റെ കൈകളാൽ പരിശുദ്ധാത്മാവിൽ തൃത്വനാമത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. മുൻഗാമിയാൽ വാഴിക്കപ്പെട്ട പരിശുദ്ധ സഭയുടെ ആദ്യത്തെ പൗരസ്ത്യ കാതോലിക്ക. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി വേളയിൽ തന്നെ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവനിയോഗമായിരുന്നു. 2012 മാർച്ച് മാസം 7 പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ വെച്ചും 2017 മാർച്ച് മാസം 1 കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ വെച്ചും നടന്നതായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗങ്ങളിൽ പരിശുദ്ധ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. ടിബറ്റൻ ആത്മീയ ആചാര്യൻ ദലൈലാമയും ഡോക്ടർ APJ അബ്ദുൽ കലാമും മുഖ്യ അതിഥികളായി പങ്കെടുത്ത 2012 നവംബർ 25 എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന കാതോലിക്ക ശതാബ്ദി മഹാസമ്മേളനത്തിൽ പരിശുദ്ധ പിതാവ് അധ്യക്ഷത വഹിച്ചു. 2018 ഏപ്രിൽ 18 കോട്ടയം ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് വിശുദ്ധ മോറോൻ കൂദാശ നടത്തി. ശരിയായ ക്രിസ്തീയ സാക്ഷ്യം സഹോദരനെ നേടുന്നതിലൂടെയാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന പരിശുദ്ധ പിതാവ് സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം പരുമല ക്യാൻസർ ചികിത്സാ സെന്റർ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ലോകത്തിന് സമർപ്പിച്ചു. തികഞ്ഞ രാജ്യസ്നേഹിയായ പരിശുദ്ധ പിതാവ് ദൈവരാജ്യ നിയമങ്ങളോടൊപ്പം രാഷ്ട്ര നിയമങ്ങളും അണുവിട തെറ്റാതെ പാലിച്ചു. തൻ്റെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെയും സഭയ്ക്ക് വേണ്ടി അചഞ്ചലനായി നിലകൊണ്ടു. നിഷ്കളങ്കമായ പുഞ്ചിരി തൻ്റെ മുഖമുദ്രയായിരുന്നു. തൻ്റെ ജീവനേക്കാൾ സഭയെ സ്നേഹിക്കുകയും സഭാ ഭരണഘടനയിലൂന്നി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആർജവം കാണിക്കുകയും ചെയ്ത ആ നിഷ്കളങ്ക തേജസ് 2021 ജൂലൈ മാസം 12 തൻ്റെ 74 വയസ്സിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയായ പരുമലയിൽ വെച്ച് കാലം ചെയ്തു. പരുമലയിലെ വിടവാങ്ങൽ ശുശ്രൂഷകൾക്ക് ശേഷം 13 പരിശുദ്ധ സഭയുടെ മുൻഗാമികൾ കബറടങ്ങിയിരിക്കുന്ന കോട്ടയം ദേവലോകം അരമനയിൽ സകലവിധ പ്രാർത്ഥനകളോടും ബഹുമതികളോടും കൂടി അഭിവന്ദ്യ പിതാക്കന്മാരുടെയും നാനാജാതി മതവിശ്വാസ സമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഭൗതിക ശരീരം കബറടക്കി. താൻ ശുശ്രൂഷിച്ച പരിശുദ്ധ മദ്ബഹായോടുള്ള യാത്ര ചോദിക്കൽ ഹൃദയഭേദകമായ വിങ്ങലായി സഭാമക്കളിൽ നൊമ്പരമായി അവശേഷിക്കുന്നു. മലങ്കര സഭയുടെ ശ്രേഷ്ഠതയും പൂർണ്ണ സമാധാനവും മാത്രം ആഗ്രഹിച്ച ആത്മീയതയുടെ സൗമ്യഭാവമായിരുന്ന ആ ഉത്കൃഷ്ട തേജസ് മലങ്കര സഭാമക്കളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഇന്നും അണയാതെ ജ്വലിച്ചു നിൽക്കുന്നു.
സംഘാധിപതി ശാന്ത്യാ പോകൂ നിന്നെ ചേർക്കട്ടെ ജീവിത സംഖ്യേ നാഥനെ മോദാൻ ഉത്ഥാനത്തിൽ നീയങ്ങെതിരേൽപ്പാൻ ചെല്ലും സ്തോത്രം പാടും വിമലാചാര്യ ശാന്ത്യാ പോകൂ സ്തോത്രം പാടിട നാഥൻ കൈക്കൊണ്ടോനേ നീ ശുശ്രൂഷിച്ചോനാ ദൈവം സ്വർഗീയാനന്ദം നൽകട്ടെ നിൻ പേർക്കാ This is a tribute to His Holiness, the Venerable Basilios Marthoma Paulos II. This is Alexander Kurinachan from Washington, D.C. His Holiness was truly a unique individual, an icon of the ineffable glory of God. His wisdom and devotion inspired the faithful clergy and laity of our church in service to the Holy Church. I have been truly blessed by his grand presence as a spiritual father in my life. He was well educated, extremely intelligent. He was born to lead. I believe he was the last of the great ecclesiastical figures of the 21st century, who, as it says in St. Matthew chapter 5, verse 15, let his light so shine among men that they saw his good works and glorified our Father who is in heaven. This man who, like an oak tree that offered his shade to the devout flocks of the Indian Orthodox communities across the world. His Holiness was an example of holy living and selfless devotion to Jesus Christ and his body, the Holy Church. Always noble in his ways, ready to listen to the problems and the disappointments and the pain of countless people. He did not hesitate to offer plenty of time for therapeutic advice and spiritual guidance for his flock. His contribution has been significant for the progress of the Holy Church. During my final conversation with my beloved Holiness, about a month before his passing, he summarized his own earthly existence while teaching us the way to truly fulfilling existence in a fallen world. Quote, to love God is a wonderful journey, but sometimes it involves sacrifice, he said. Because love is a journey, we must not stop. God wants us to make progress in love. The late Holiness was a lover of the poor, as evidenced by the assistance and closeness he wished to offer away from the spotlight. Young people of our church adored him. He expressed through his genuine actions his love for the youngsters of our church. As a symbol of the highest honor and recognition of the exemplary life, President Joe Biden of the United States of America wrote his first ever condolences note of a church leader for the believers of our Holy Church. Quote, on behalf of the American people and the United States government, Jill and I offer our deepest condolences on the passing of His Holiness
Basilios Marthoma Paulos II, the Supreme. His Holiness was a strong force for social justice, racial equity, and human dignity. His legacy will be honored and remembered long into the future. As he rests at peace with God, you and I all hope you will find comfort in the knowledge that the goodness of his life will continue to inspire and strengthen people all over the world. We are keeping you in our thoughts and prayers, end quote. We, the believers, will never forget his love for all of us. While we mourn his passing, we rejoice that his holiness has passed from death to life, resting with the saints in the heavenly kingdom. The blessed soul of our holiness is already in the hands of the Lord. May the memory of our beloved holiness be eternal and blessed. Amen. Thank you. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് ഇന്നൊരു അനുസ്മരണം നടത്തുകയാണ്. സ്മൃതി പഥം. അഭിവന്ദ്യനായ ഹിസ് ഹോളിനെസ് ബസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി കാലം ചെയ്തതിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പ്രാർത്ഥനകളായിട്ട് പങ്കുവെക്കുന്ന ഒരു സമയമാണ്. എനിക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനുണ്ട്. സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹം കാണിച്ച സൗമനസ്യത്തെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ വലിയൊരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹം. സന്യാസത്തിന്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ മാതൃകയായിരുന്നു അദ്ദേഹം. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, തികഞ്ഞ സാത്വികനായ ഒരു മനുഷ്യസ്നേഹി, മാനവികതയുടെ പ്രതീകം. വാക്കുകൾ കൊണ്ടൊരിക്കലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ ഇടയിൽ സ്നേഹത്തോടെ ജീവിക്കുകയും ആധ്യാത്മികമായ നിഷ്ഠകൾ പുലർത്തുകയും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്ത മാനവികതയുടെ പ്രതീകമായ ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹം വിടവാങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരുപാട് അനുസ്മരണങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഈ സമയങ്ങളിൽ സാധിച്ചു. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. നമ്മുടെ ഈ മലയാളത്തിനും ലോകത്തിനുമൊക്കെ വലിയ നഷ്ടമായിരിക്കുന്നു. സ്നേഹത്തിന്റെ ഏറ്റവും നിതാന്തമായ പ്രതീകമായി നമ്മുടെ കൂടെ ജീവിച്ച ആ മഹാത്മാവിനോടുള്ള സ്നേഹാദരങ്ങൾ അശ്രുകണങ്ങളായി, ആദരാഞ്ജലികളായി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. എന്നും അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ടാകും അനുഭവത്തിൽ എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ നന്മയെ കാംക്ഷിച്ചു നിൽക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണക്കാരെയും നിരാലംബരെയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരെയും രോഗികളെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും എല്ലാം അദ്ദേഹം ഒരുപോലെ കണ്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശമായ ബഹുസ്വരതയും അതുപോലെ മതസൗഹാർദ്ദവും മതേതരത്വവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിൽ പരിശുദ്ധനായ ബസിലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ നൽകിയ സംഭാവനകൾ അനശ്വരമാണ്. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ ആ പുണ്യവാന്റെ 40ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹായിടവക യുവജന പ്രസ്ഥാനം അണിയിച്ചൊരുക്കുന്ന സ്മൃതി പഥത്തിന്റെ ഭാഗമാകുവാൻ സർവേശ്വരൻ ഇടയാക്കിയതിൽ ചാരിതാർത്ഥ്യമുണ്ട്.
പരിശുദ്ധ പിതാവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് സെമിനാരി കാലഘട്ടത്തിൽ നാഗപ്പൂർ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ഒരു മീറ്റിംഗിൽ വെച്ചാണ്. അന്ന് പരിശുദ്ധ പിതാവ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. ജീവിതത്തിൽ ദൈവഭയവും കഠിനാധ്വാനവും എപ്പോഴും കൈമുതലായി വേണമെന്ന്. താഴ്മയുടെ വിനയ തേജസ്സായി നാം പുകഴ്ത്തുന്ന പരിശുദ്ധ പിതാവ് ജീവിതത്തിൽ അത് പകർത്തിയത് ഒരു സാധാരണ കൈവണ്ടി വലിക്കാരനായ ഒരു പൗലോ ചേട്ടനിൽ നിന്നാണ്. അത് പിൽക്കാലത്ത് ഒരു പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തെ ഒരുപോലെ കാണുന്ന ആ വലിയ മനസ്സിന്റെ നന്മയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ തേജസ്സാർന്ന പുഞ്ചിരികൾക്ക് തിളക്കം കൂട്ടിയത്. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക യുവജന പ്രസ്ഥാനം അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അണിയിച്ചൊരുക്കിയ ഈ സംരംഭത്തിൽ ഭാഗവാക്കുകളായ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ, അഭിവന്യ പിതാക്കന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, സ്നേഹിതർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. പരിശുദ്ധ പിതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ. ആ പിതാവിനാൽ നയിക്കപ്പെടുവാൻ നമുക്കും ഭാഗ്യമുണ്ടായതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു ശിഷ്യനായിരുന്ന മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന മോറാൻ മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ കുവൈറ്റിലെ ശ്ലൈഹിക സന്ദർശനങ്ങളിലൂടെ ഒരു യാത്ര. പരിശുദ്ധ പിതാവ് നിയുക്ത കാതോലിക്ക ആയിരിക്കെ കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് 2010 ഭാഷ ആഴ്ചയുടെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായി ഈ പ്രദേശത്തേക്ക് എഴുന്നള്ളുകയും കുവൈറ്റിലെ ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തിന് ആത്മീയതയുടെ വെളിച്ചമേകി വിശുദ്ധ വാര ശുശ്രൂഷകൾ പൂർത്തീകരിക്കുകയും കുവൈറ്റിലെ വിവിധങ്ങളായ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ഇതര ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും പരിശുദ്ധ സഭയുടെ ആശംസകൾ അവരെ അറിയിക്കുകയും ഇക്യുമെനിക്കൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായി വാഴിക്കപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ കുവൈറ്റിലെ ആദ്യ ശ്ലൈഹിക സന്ദർശനം 2011 നവംബർ 11 കുവൈറ്റിൽ നടത്തപ്പെട്ട കാതോലിക്കേറ്റ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുവാനും മഹാ ഇടവകയുടെ ആദ്യ ഫലപ്പെരുന്നാൾ ആഘോഷങ്ങൾ ആശീർവദിക്കുവാനും എഴുന്നള്ളിയ പരിശുദ്ധ പിതാവിന് കുവൈറ്റ് എയർപോർട്ടിൽ നൽകിയ സ്വീകരണം പ്രൗഢഗംഭീരമായിരുന്നു. പ്രസ്തുത സന്ദർശനത്തിൽ സഭാസ്ഥാനീയർ എല്ലാം തന്നെ പരിശുദ്ധ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. കുവൈറ്റിലെ എല്ലാ ഓർത്തഡോക്സ് ദേവാലയങ്ങളിലും ചാപ്പലുകളിലും പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. തുടർന്നുള്ള ദിനങ്ങളിൽ ഇടവകകളുടെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെ സ്വീകരണ സമ്മേളനങ്ങളിൽ സഭാസ്ഥാനീയർക്കൊപ്പം പങ്കെടുക്കുകയും പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും ഉന്നതിക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കണമെന്ന് സഭാമക്കളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ പരിശുദ്ധ പിതാവിനോടുള്ള ആദരസൂചകമായി കുവൈറ്റ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക ഏകദേശം 1 കോടി രൂപയുടെ വിവിധങ്ങളായ ചാരിറ്റി പദ്ധതികൾ സഭയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച് നടപ്പിൽ വരുത്തുകയും ചെയ്തു. ശ്ലൈഹിക സന്ദർശനം പൂർത്തീകരിച്ച് മടങ്ങുന്നതിന് മുമ്പ് ദേശത്തെ ഭരണകർത്താക്കളുമായും വിവിധ മത മേലധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. തൻ്റെ ആത്മീയ മക്കൾക്ക് അനുഗ്രഹാശസ്സുകൾ നൽകി ഭക്ത്യാദരവുകളോടെ നൽകിയ യാത്രയയപ്പ് സ്വീകരിച്ച് പരിശുദ്ധ പിതാവ് പ്രഥമ ശ്ലൈഹിക സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുകയുണ്ടായി. പരിശുദ്ധ പിതാവിൻ്റെ കുവൈറ്റിലെ 2ാമത്തെ ശ്ലൈഹിക സന്ദർശനം 2015 ഒക്ടോബർ 16
മലങ്കര സഭയിലെ തന്നെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ എന്ന ഖ്യാതിയോടുകൂടി നിൽക്കുന്ന കുവൈറ്റ് മഹാ ഇടവകയുടെ സൺഡേ സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും ആദ്യഫല പെരുന്നാളിനുമായി എഴുന്നള്ളിയ പരിശുദ്ധ പിതാവിന് കുവൈറ്റിലെ ഇതര ക്രൈസ്തവ സഭാസ്ഥാനീയരും വിശ്വാസി സമൂഹവും ചേർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വീകരണം നൽകി. കുവൈറ്റിലെ ആരാധനാ ചരിത്രത്തിലാദ്യമായി ഇടവകകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അനുഷ്ഠിക്കുന്നതിന് പരിശുദ്ധ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ശ്ലൈഹിക വാഴ്വ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇടവക മെത്രാപ്പോലിത്തായും കൽക്കത്ത ഭദ്രാസനാധിപനുമായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ്യോസ് തിരുമേനിയും വന്യ വൈദിക ശ്രേഷ്ഠരും വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് സഹ കാർമ്മികത്വം വഹിച്ചു. തദവസരത്തിൽ മഹാ ഇടവക സൺഡേ സ്കൂൾ ജൂബിലി ആഘോഷങ്ങളുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള ദീപശിഖ പ്രയാണം പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് തിരി തെളിയിച്ച് നിർവഹിക്കുകയും വിവിധ ഓർത്തഡോക്സ് ഇടവകകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമ്മേളന നഗരിയിലെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പരിശുദ്ധ പിതാവിന് ഓർത്തഡോക്സ് ഇടവകകൾ ശ്ലൈഹിക സ്വീകരണം നൽകുകയും ചെയ്തു. മഹാ ഇടവക സൺഡേ സ്കൂൾ 50 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി കുവൈറ്റ് മഹാ ഇടവക സൺഡേ സ്കൂളിനെ ജൂബിലി വേദമഹാവിദ്യാലയം എന്ന പേരിൽ പുനർനാമകരണം ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് കൽപ്പനയിലൂടെ പ്രഖ്യാപനം നടത്തുകയും ആശീർവദിക്കുകയും ചെയ്തത് മഹാ ഇടവകയുടെ മാത്രമല്ല മലങ്കര സഭയുടെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ സംഭവമായിരുന്നു. തുടർന്ന് ജൂബിലി വേദമഹാവിദ്യാലയം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിശുദ്ധ ബാബ തിരുമേനിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി ആദരിച്ചു. പരിശുദ്ധ ബാബ തിരുമേനിയുടെ ശ്ലൈഹിക സന്ദർശനത്തിനോടനുബന്ധിച്ചും സൺഡേ സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായും കുവൈറ്റ് മഹാ ഇടവക പരിശുദ്ധ പിതാവിനോടുള്ള ആദരസൂചകമായി 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ പരുമല ഗ്രിഗോറിയോസ് ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്നേഹപൂർവ്വം നൽകുകയുണ്ടായി. പരിശുദ്ധ സഭയുടെ കെട്ടുറപ്പെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാതോലിക്ക ദിനാഘോഷങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും ഭാഗമായി അഹമ്മദി സെൻറ് തോമസ് ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് 2017 ഡിസംബർ മാസം പരിശുദ്ധ പിതാവ് കുവൈറ്റിലെ തൻ്റെ 3ാം ശ്ലൈഹിക സന്ദർശനം നടത്തുകയുണ്ടായി. അഹമ്മദി സെൻറ് തോമസ് പഴയ പള്ളിയുടെ ക്ഷണം സ്വീകരിച്ചെഴുന്നള്ളിയ പരിശുദ്ധ പിതാവിന് ഇടവക വികാരിയുടെയും മറ്റ് ഇടവക വികാരിമാരുടെയും ഇടവകാംഗങ്ങളുടെയും സഭാവിശ്വാസികളുടെയും നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകുകയുണ്ടായി. ഇടവക പെരുന്നാൾ വിശുദ്ധ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും പരിശുദ്ധ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ്യോസ് തിരുമേനിയും മറ്റ് വൈദികരും സഹ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ഈ സന്ദർശന വേളയിൽ മലങ്കര സഭയുടെ ചരിത്രത്തിലാദ്യമായി മധ്യപൂർവ്വദേശത്ത് മാർത്തോമാസ്ലിഹായുടെ പാരമ്പര്യത്തിലൂന്നി നിലകൊള്ളുന്ന ഓർത്തഡോക്സ് ഇടവകകളുടെ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് തുടക്കം കുറിച്ച പ്രഥമ കുവൈറ്റ് ഓർത്തഡോക്സ് മഹാസമ്മേളനം മൊറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ആ ബൃഹത് സമ്മേളനത്തിൽ ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ്യോസ് തിരുമേനി, മാവേലിക്കര ഭദ്രാസന സഹായ മെത്രാപ്പോലിത്ത അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി, മലങ്കര സുറിയാനി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, വന്യ വൈദിക ശ്രേഷ്ഠർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മലങ്കര സഭാമക്കൾ ഉൾപ്പെടെ വലിയൊരു സമൂഹം ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പരിശുദ്ധ സഭയുടെ ശക്തിയും പാരമ്പര്യവും ഊട്ടിയുറപ്പിക്കുന്ന ചരിത്ര സംഭവമായിരുന്നു അത്. കുവൈറ്റിലെ ഇതര ഓർത്തഡോക്സ് ഇടവകകളിലെ ശ്ലൈഹിക സന്ദർശനത്തിൻ്റെ ഭാഗമായി കുവൈറ്റ് സെൻറ്റ് ബേസിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിൽ എഴുന്നള്ളിയ പരിശുദ്ധ പിതാവിനെയും സഭാസ്ഥാനീയരെയും വികാരിയും ഭരണസമിതി അംഗങ്ങളും ആത്മീയ പ്രസ്ഥാന ഭാരവാഹികളും വിശ്വാസി സമൂഹവും ചേർന്ന് സ്വീകരിച്ചാനയിക്കുകയും സ്നേഹോപഹാരങ്ങൾ സമർപ്പിക്കുകയും പരിശുദ്ധ പിതാവ് ഇടവക ചാപ്പലിൽ പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. തുടർന്ന് കുവൈറ്റ് സെൻറ്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ ദേവാലയത്തിൽ പരിശുദ്ധ പിതാവിനും സഭാസ്ഥാനീയർക്കും വികാരിയും ഭരണസമിതി അംഗങ്ങളും വിശ്വാസി സമൂഹവും ഊഷ്മളമായ വരവേൽപ്പ് നൽകി. ദേവാലയത്തിലെ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവിന് ഇടവക ഭരണസമിതി അംഗങ്ങളും ആത്മീയ പ്രസ്ഥാന ഭാരവാഹികളും വിശ്വാസി സമൂഹവും ചേർന്ന് ഔപചാരികമായ സ്വീകരണങ്ങൾ നൽകുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസം
കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ സെന്റ് ജോർജ് ചാപ്പലിൽ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാളിന് പരിശുദ്ധ പിതാവ് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു. ഇടവക വികാരിയും സഹവികാരിയും ഭരണസമിതി അംഗങ്ങളും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാന ഭാരവാഹികളും ഇടവകാംഗങ്ങളും ചേർന്ന് പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ച് ആനയിച്ചു. പെരുന്നാളിനു ശേഷം മഹാ ഇടവക പരിശുദ്ധ ബാവാ തിരുമേനിക്കും മറ്റു പിതാക്കന്മാർക്കും സഭാസ്ഥാനീയർക്കും ഔപചാരികമായ സ്വീകരണം നൽകി. വാത്സല്യത്തോടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ പിതാവ് ശ്ലൈഹിക വാഴ്വ് നൽകി തൻ്റെ ആത്മീയ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്തു. വിശ്വാസികൾക്ക് സഭയോടും ഇടവകകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന പരിശുദ്ധ പിതാവ് രണ്ടാമത് കുവൈറ്റ് ഓർത്തഡോക്സ് മഹാസമ്മേളനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വീണ്ടും വരാമെന്ന തൻ്റെ വാക്ക് നിറവേറ്റിക്കൊണ്ട് കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആതിഥ്യം സ്വീകരിച്ച് കുവൈറ്റിലെ തൻ്റെ 4ാം ശ്ലൈഹിക സന്ദർശനം 2018 ഡിസംബർ മാസത്തിൽ നടത്തുകയുണ്ടായി. ഭാരതത്തിൻ്റെ കാവൽ പിതാവായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ ദിവസം കുവൈറ്റിലെത്തിച്ചേർന്ന പരിശുദ്ധ പിതാവിനെ വൈദികരും വിശ്വാസികളും ചേർന്ന് മഹത്തരമായ സ്വീകരണം നൽകി ആദരിക്കുകയുണ്ടായി. മഹാ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം കുവൈറ്റിലെ ഓർത്തഡോക്സ് ഇടവകകളുടെ സംയുക്ത സമ്മേളനമായ കുവൈറ്റ് ഓർത്തഡോക്സ് മഹാസമ്മേളനത്തിൽ 2ാം തവണയും പരിശുദ്ധ പിതാവ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും കുവൈറ്റ് മണ്ണിലെ തൻ്റെ ആത്മീയ മക്കളുടെ വിശ്വാസവും സഭയോടുള്ള കൂറും പരിശുദ്ധ പിതാവിന് ഏറെ സന്തോഷമുളവാക്കി. പരിശുദ്ധ പിതാവിൻ്റെ കുവൈറ്റ് മണ്ണിലെ 5ാമത് ശ്ലൈഹിക സന്ദർശനം തൻ്റെ സഭാമക്കളോടുള്ള വാത്സല്യത്തിന് നേർസാക്ഷ്യമായിരുന്നു. സെന്റ് സ്റ്റീഫൻസ് ഇടവകയുടെ പെരുന്നാളിന് പരിശുദ്ധ പിതാവ് എഴുന്നള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവിൻ്റെ ഈ ഏകദിന ശ്ലൈഹിക സന്ദർശനം അക്ഷരാർത്ഥത്തിൽ പിതാവിൻ്റെ നിഷ്കളങ്കതയുടെയും സഭാമക്കളോടുള്ള കരുതലിൻ്റെയും പ്രതീകമാണ്. പരിശുദ്ധ പിതാവിൻ്റെ പുണ്യ പാദസ്പർശനത്താൽ ലഭിച്ച അനുഗ്രഹങ്ങളും വാത്സല്യങ്ങളും വിശ്വാസി സമൂഹത്തിന് പരിശുദ്ധ പിതാവിനോടും പരിശുദ്ധ സഭയോടുമുള്ള ഭക്തിയും കൂറും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിന് തൻ്റെ ജീവിത സാക്ഷ്യത്താൽ സാധ്യമായി. മലങ്കര സഭയിലെ ഒരു മെത്രാപ്പോലിത്തയായും നിയുക്ത കാതോലിക്കയായും പരിശുദ്ധ കാതോലിക്കയായും ഏറ്റവും കൂടുതൽ തവണ കുവൈറ്റിൻ്റെ മണ്ണിൽ ശ്ലൈഹിക സന്ദർശനം നടത്തിയ പരിശുദ്ധ പിതാവിൻ്റെ ജീവിത നിഷ്കളങ്കത മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ വാണുരുളിയപ്പോഴും പരിശുദ്ധ പിതാവ് കാത്തുസൂക്ഷിച്ചുവെന്നത് അടുത്തുനിന്ന് മനസ്സിലാക്കുവാൻ കുവൈറ്റിലെ വിശ്വാസ സമൂഹത്തിനും അവസരം ലഭിച്ചു. മൗനവ്രതത്തിലൂടെയും രഹസ്യ പ്രാർത്ഥനകളിലൂടെയും വ്യവഹാരരഹിത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്ത പരിശുദ്ധ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ കുവൈറ്റ് ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധ പിതാവേ, സമാധാനത്താലേ വസിക്കുക. സംഘാധിപതി ശാന്ത്യാ പോകൂ, നിന്നെ ചേർക്കട്ടെ ജീവിത സംഖ്യേ നാഥൻ നാഥനെ മോദാൻ ഉത്ഥാനത്തിൽ നീയങ്ങിതിരേൽപ്പാൻ ചെല്ലും സ്തോത്രം പാടും. വിമലാചാര്യ ശാന്ത്യാ